പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലത്തെ ഭരണത്തിൽ ആരോഗ്യരംഗത്ത് കൈവരിച്ച പുരോഗതികൾ അദ്വിതീയമാണ്. മാവേലിക്കര താലൂക്ക് ആശുപത്രി 100 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ പുതിയ മൾട്ടി സ്റ്റോറി കെട്ടിടത്തിന്റെ നിർമ്മാണം 2.2 ലക്ഷം ചതുരശ്ര അടിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനോക്കോളജി, ശിശുരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ENT, ദന്തരോഗ വിഭാഗം, ഡയാലിസിസ് യൂണിറ്റ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ ആൻഡ് കാഷ്വാലിറ്റി, വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടിയ തീവ്രപരിചരണ വിഭാഗം, ഡയഗ്നോസ്റ്റിക് സെന്റർ, ആധുനിക ലബോറട്ടറികൾ, ബ്ലഡ് ബാങ്കുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത്ഭുതകരമായ മാറ്റങ്ങളാണ് താലൂക്ക് തല ആശുപത്രികളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ടുണ്ടായത്. ആധുനിക സ്പെഷ്യലൈസ്ഡ് ചികിത്സ മെഡിക്കൽ കോളേജിനപ്പുറം 14 ജില്ലകളിലും 82 താലൂക്ക് ആശുപത്രികളിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സർവ്വതല സ്പർശിയായ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി പിണറായി സർക്കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ LDFന്റെ തുടർഭരണം ഇനിയും വരുമെന്നും വരണമെന്നും കേരള ജനത പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു.